കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു അനാമികനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ അനാമിക പറഞ്ഞ സ്ഥലത്ത് പോയി നന്ദു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറെ സമയം നോക്കിയിരുന്നു. ഇതെന്ത് പറ്റി അനാമിക വരാത്തെ? തന്നെ വെറുതെ പറഞ്ഞു പറ്റിക്കുവാണോ? എന്തിനായിരിക്കും പോലും തന്നെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ നൂറ് ചിന്തകളായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. കുറെ സമയം കൂടെ നന്ദു അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അനാമികനെ കണ്ടില്ല. ഇതെന്താ പോലും അവള് വരാത്തെ? വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ചിലപ്പോ തന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ഇനിയിപ്പം നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് കരുതിട്ട് നന്ദു വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് കനക അനന്തപുരിയിലേക്ക് പോകാൻ റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഗോവിന്ദൻ ചോദിച്ചു, നീ ഇറങ്ങുവാണെന്ന് ചോദിക്കുക. അത് ഗോവിന്ദേട്ടാ, ഞാൻ ഇറങ്ങുക, നന്ദു വരും പറഞ്ഞേക്കാൻ പറയണം. പിന്നെ കല്യാണത്തിന് മുമ്പ് വന്നേക്കണം. അറിയാലോ, കല്യാണത്തിന് 2 ദിവസം മുമ്പ് അങ്ങോട്ട് ഗോവിന്ദേട്ടൻ വന്നിരിക്കണോന്ന് പറയാം. ശരിയെന്ന് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ട് നന്ദു കയറി വരുന്നത്. ഇതേ നന്ദൂട്ടനാണല്ലോ വരുന്നതെന്ന് പറയാം. എന്താ നന്ദൂട്ടാ, നീ എന്താ പെട്ടെന്ന് പോന്നേന്ന് ചോദിക്കും. ഒന്നുമില്ല, എനിക്ക് അവിടെ എന്നിട്ടൊരു സുഖം തോന്നില്ലമ്മേ, അതുകൊണ്ടാ ഇങ്ങോട്ട് പോന്നേന്ന് പറയാം. നന്ദൂട്ടാ, ആരെങ്കിലും എന്തേലും പറഞ്ഞോ? അതുകൊണ്ടാണോ നീ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കും. ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേങ്കില് ജാനകി ആന്റി പറഞ്ഞു, ഇനിയിപ്പൊ അമ്മ ഇങ്ങോട്ട് വരാൻ പോകല്ലേ, അപ്പൊ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നന്ദു പോയിട്ട് കല്യാണത്തിന് വന്നാ മതിയെന്ന്, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കയറി പോവാ. കനക പെട്ടെന്ന് ഗോവിന്ദനോട് പറഞ്ഞു, അതെന്താ പോലും അങ്ങനെ ജാനകി പറഞ്ഞ്? സാധാരണഗതിയിൽ ജലജയൊക്കെയാണെ കുഴപ്പമില്ല, അവരൊക്കെ എപ്പോഴും അങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. പക്ഷെ ജാനകി അങ്ങനെയല്ല. ജാനകി ഇങ്ങനെയൊന്നും പറയാറുള്ളതല്ല. എന്താ പോലും ഇനിയിപ്പോ എന്തേലും അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ നന്ദു നമ്മളോട് പറയേണ്ടതായിരുന്നല്ലോ. അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയാം. ശരി, അന്ന് ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ, നേരത്തെ തന്നെ അങ്ങോട്ട് എത്തിയേക്കണമെന്ന് പറയാം. ഈ സമയത്ത് നന്ദു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞതേ, അമ്മ ഞങ്ങൾ കല്യാണത്തിന് അന്ന് എത്തിയേക്കാന്ന് പറയണ. എന്താ കല്യാണത്തിനന്നും നന്ദു? അത് മതിയമ്മേ, എന്തിനാ നേരത്തെ അങ്ങോട്ട് വരുന്നേ? കല്യാണത്തിന് അന്ന് വന്നോളാന്ന് പറയാം. ഇത് കേട്ടപ്പോ കനകയ്ക്ക് മനസ്സിലായി നന്ദുവിന്റെ ഉള്ളിലെ വിഷമം എന്താന്നുള്ളത്. പിന്നീട് കാണിക്കുന്ന അനാമികയുടെ അച്ഛൻ വേണു, അമ്മ രേവതി ഇങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു. ഈ സമയത്ത് വേണു പറഞ്ഞു, അല്ല ഇതുവരെയായിട്ട് അനാമിക വന്നില്ലല്ലോ. 11 മണിയാകുമ്പത്തിനും അവൾ വരാന്നല്ലേ പറഞ്ഞേ. കല്യാണം വിളിക്കാൻ ഇനി 1-2 വീടുകൂടെ ബാക്കിയുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ സമയം 2 മണിയായെന്ന് പറയാ. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അതെ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര പറഞ്ഞാലും തലമണ്ടയ്ക്കകത്ത് കയറില്ല. എതിലൂടെയും കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും, അവൾ ഇങ്ങോട്ട് വരട്ടെ. ഈ സമയം വേണു പറഞ്ഞു, ശരിയാ, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഒരു 10-100 പവനെങ്കിലും എങ്ങനെയെങ്കിലും കൊടുക്കണം. അത് കൊടുത്തു വേണേ കല്യാണം നടത്താനായിട്ട്. പിന്നെ ആ ചെറുക്കന് അത്ര കല്യാണത്തിന് താല്പര്യമൊന്നും ഇല്ലാന്ന് തോന്നേ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല രേവതി, കല്യാണം കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇനിയിപ്പൊ കുറച്ചാൾ കഴിയുമ്പോൾ അവർക്ക് മോളെ വേണ്ടെന്ന് തോന്നിയാലും കുഴപ്പമില്ല. അവൾ ഇങ്ങോട്ട് തിരികെ വന്നാലും കോമ്പൻസേഷനൊക്കെ ആയിട്ട് നല്ലൊരു തുക കിട്ടും. അങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്ന് പറയാം. അതോർത്ത് വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ അവിടെ നിന്ന് കയറി പറ്റിയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടാൻ രേവതി പറഞ്ഞു, ശരിയാ, എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതി, എന്നാലേ തലവേദന ഒന്ന് ഒഴിഞ്ഞു കിട്ടുള്ളൂ എന്ന് പറയാം. ഈ സമയം അനാമിക ഒരു പലിശക്കാരന്റെ പിടിയിലായിരുന്നു. പലിശക്കാരൻ ഗുണ്ടയുടെ പിടിയില. അവളെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക, കൈയെല്ലാം ബന്ധിച്ചിട്ടിരിക്കുക. പിന്നീടാണ് ആ പലിശക്കാരൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അയാള് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, എന്നെ മനസ്സിലായ മോൾക്കെന്ന് ചോദിക്കണം. മനസ്സിലായെന്ന് പറയാം. അതെ, നിന്റെ അച്ഛൻ കുറെ പൈസ വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു തരാൻ പറഞ്ഞു മടുത്തു. അവസാനം നിനക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ അച്ഛൻ ആ പണം തിരിച്ചു തരണമെന്ന് പറയാം. അല്ല ചേട്ടാ, എന്റെ അച്ഛൻ പൈസ തന്നോളും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പൈസ തരണം, മനസ്സിലായല്ലോ. ഇപ്പൊ നിന്നെ വലിയ വീട്ടിലേക്കല്ലേ കെട്ടിച്ചു വിടാൻ പോന്നേ, അതും അനന്തപുരി വീട്ടിലേക്ക്. പൈസ തന്നില്ലേ കല്യാണം മുടങ്ങും. പോലീസ് കേസ് ആയാലും എനിക്ക് കുഴപ്പമില്ല, പോലീസുകാരെ വരട്ടെ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, അറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛൻ പൈസ ഉണ്ടാക്കി തന്നോളൂ. നിന്നെ 10-100 പവനൊക്കെ കൊടുത്ത് കെട്ടിച്ചുവിടാൻ അങ്ങനെ പൈസ ഉണ്ടല്ലോ, എനിക്ക് തരാൻ മാത്രം പൈസയില്ല. അപ്പോ അതൊരു അടവല്ലേ മോളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നിന്നെ കാണാതെ വന്ന് കഴിയുമ്പോഴത്തേക്ക് കല്യാണം മുടങ്ങി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം അന്വേഷിക്കും. അപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നേ. ശരിക്കും നാണം കെടാൻ പോകുന്ന വേണു. ഞാൻ ആരെന്ന് ശരിക്കും അവനെ അറിയത്തില്ല. ഇത്രയും കാലം എന്നെ പറ്റിച്ച് ഒളിച്ചു നടന്നു. നിന്നെ കാണാതെ വന്ന് കഴിയുമ്പോഴത്തേനും അന്വേഷണം വന്നോളൂ എന്ന് പറയാം. ഇത് കേട്ട അനാമി പറഞ്ഞു, എന്നെ കെട്ടിയിട്ടോണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം ഉള്ളതെന്ന് ചോദിക്കാം. നിന്നെ കെട്ടിയിട്ടല്ലേ ഗുണം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അനന്തപുരിക്കാരൊക്കെ കാര്യങ്ങൾ അറിയുള്ളൂ. നിന്റെ കല്യാണം അങ്ങോട്ട് മുടങ്ങട്ടെ പെൺകൊച്ചെ. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, നിന്നെ ഇവിടെ കെട്ടിയിട്ടെന്ന് ഓർത്തോണ്ട് നിന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല ഞാൻ കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ ഒരു പേടിക്കൊന്നും വേണ്ട. പോലീസ് കേസ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവര് വന്നിട്ട് വേണം കാര്യമൊക്കെ ഒരു തീരുമാനമാക്കാനെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് ആദർശും
നയനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേണുവിന്റെ കോള് വരുന്നത്. അപ്പൊ വേണു ഒരു കാര്യം തീരുമാനിച്ചു. കാരണം ഇനിയിപ്പോ അവിടെ എങ്ങാനും ചെന്നിട്ടുണ്ടോന്ന് അറിയത്തില്ലോ. അനാമിക ചിലപ്പം അനിയുടെ കൂടെ ഉണ്ടോന്നും അറിയത്തില്ല. അപ്പൊ രേവതിയോട് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിളിച്ച അനിയനെ വിളിച്ചിട്ട് അനി കോൾ എടുത്തേ ഇല്ല. പിന്നീട് വിളിച്ചു. ഞാനൊന്ന് ആദർശിനെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് ആദർശിനെ ഫോണിലേക്ക് വിളിക്കുക. ആദർശ് കോൾ എടുത്തു. അല്ല മോനെ, അനിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാ ആദർശിന്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് പറയണ. അത് കുഴപ്പമില്ല അങ്ങളെ, കാര്യം എന്താന്ന് ചോദിക്കാം. അതെ, അനാമിക എങ്ങാനും അങ്ങോട്ട് വന്നാലും ചോദിക്കുക. ഇല്ല, അനാമിക ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല, ഞാനത്തിനി അനിമോന്റെ കൂടെ എങ്ങനെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ഇല്ല അങ്കളെ. അല്ല, അനി എവിടെ ഉണ്ടോന്ന് ചോദിക്കും. അനി ഇവിടെ ഉണ്ടെന്ന് പറയാം. എന്ത് പറ്റി അങ്കളെ? അല്ല, അനാമിക പോയിട്ട് ഇതിലായിട്ടും വന്നിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാം. ഈ സമയം നയന് പറഞ്ഞു, വല്ല ബ്യൂട്ടി പാർലറോ മറ്റോ എന്തേലും. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല, ഇതുവരെയായിട്ടും വന്നില്ലെന്ന് പറയാം. ആദർശ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, കുറച്ച് സമയം കൂടെ അങ്കുളാൻ്റെയും വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറയാണ്. ഫോൺ വെച്ചു. നയന പറഞ്ഞു, എന്നാലും അനാമിക എവിടെയായിരിക്കും പോലും പോയത്? അതറിയില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അനിയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അവനറിയാമെങ്കിലും എവിടെയാ പോയെന്നുള്ളത് ചിലപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമെങ്കിലോ. ആ സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. എന്താ ആദർശേട്ടാ, നിന്നെ അനാമിക വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല, എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നീ വിളിച്ചില്ലേ? ഞാനും വിളിച്ചില്ല. പെട്ടെന്ന് നയന പറഞ്ഞു, അനാമികനെ കാണുന്നില്ലെന്ന്. അവളെന്നെങ്കിൽ ഏലോടെ എന്നെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയും. നീ എന്താ നീ ഇങ്ങനെ പറയണേ? പിന്നെ അല്ലാതെ അവളുടെ സ്വഭാവം വെച്ച് അങ്ങനെയായിരിക്കും. കാരണം അവൾക്ക് അങ്ങനെ ഉത്തരവാദിത്വ ബോധമൊന്നുമില്ല. ഏലോടും പോയ വഴി പോകും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എനിക്കിത് നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശം, എടാ നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞ്. അതൊന്നും കുഴപ്പമില്ല, എവിടെയെങ്കിലും പോയി കറങ്ങി തിരിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്ന് പറയാണ്. ഈ സമയം ആദർശം പറഞ്ഞു, ഞാനാണെങ്കിൽ ആരെങ്കിലും നിന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നയനോ അനിയോട് ചോദിച്ചു, നീ എന്താ അനി ഇങ്ങനെ? നിനക്ക് എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത? എനിക്ക് എന്താ ചേച്ചി? അല്ല, അവളെ കാണാതെ പോയെന്ന് പറഞ്ഞിട്ടോ? അതാണോ? എൻ്റെ പൊന്നെ എടുത്തി, എനിക്ക് അവളെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. കാരണം അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ പറ്റുന്ന ഒരു മരുമകളെ ഇല്ല. അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഞാനുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോയെന്ന് എനിക്കറിയാം. പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ അവളുടെ കഴുതി താലി അർത്താൻ പോകുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാവർക്കും മനസ്സിലാവും. സ്വർണ്ണം വന്ന് കരുതി കൊണ്ടിരുന്ന വെറും ഇരുമ്പ് മാത്രമാണെന്നുള്ള കാര്യം അവളെക്കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഈ സമയം നയന പറഞ്ഞു, എന്നാലും ഇങ്ങനെയല്ലല്ലോ അനി. എന്താ? അതെ, ഇടത്തേക്ക് അറിയാലോ എൻ്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യം. ഇനിയിപ്പം ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചെന്നായിരിക്കും ഇനി അടുത്ത പ്രശ്നം. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല ഏട്ടത്തി. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും പോലും ആരും അത് അംഗീകരിക്കാനൊന്നും തയ്യാറാവുന്നില്ലോ എന്ന് പറയാം. ഈ സമയം നയന പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുതെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അവൾ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞിട്ട് വന്നോളും. ഇത് ഓർത്തിട്ട് നയനടുത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അനിയും കൂടി പോവാ. ഈ സമയം നയനെ ആലോചിക്കോ, എങ്ങോട്ടായിരിക്കും എന്നാലും അനാമിക പോയിരിക്കുന്നത്. ഒരുപക്ഷെ വല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലും വരേണ്ട സമയം കഴിഞ്ഞു. വിളിച്ചാൽ ഫോൺ എടുക്കേണ്ടതാണല്ലോ. പിന്നീട് കാണിക്കുന്ന നയനെ ആദർശം കൂടെ അനാമികയുടെ വീട്ടിലേക്ക് വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞ് കയറി വരാൻ പറയണേ. വരുന്നില്ല അങ്കളെ. അല്ല, അനാമികനെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കാം. ഇല്ല, ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയാം. എവിടെയായിരിക്കും അങ്ങളെ പോയത്? ഞങ്ങൾ എല്ലാത്തിടത്തും അന്വേഷിച്ചു, ഫ്രണ്ട്സിനോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. ഇത് കേട്ടപ്പം നയനോട് ഇനി ബ്യൂട്ടി പാർലറോ മറ്റോ പോയി. പക്ഷെ അവിടെ പോയിട്ട് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. അന്ന് ഇനി വെയിറ്റ് ചെയ്യണ്ട അങ്ങളെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാന്ന് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് SI ഉണ്ട്, ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യാം, അനാമിക വിളിക്കുവാണെങ്കിൽ മറ്റേ ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. ഇപ്പൊ തന്നെ ഞങ്ങൾ SIനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചോദിക്കണം അനാമയ്ക്ക്. അവൾക്കൊരു കുഴപ്പമില്ല, അവള് കല്യാണത്തിന്റെ ഏതാ സന്തോഷത്തിലായിരുന്നു പറയണം. പിന്നീട് നയനെ ആദർശം കൂടെ നേരെ പോരുവാണ്. ഈ സമയത്ത് നയനയുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എന്നാലും ആദർശേട്ട എങ്ങോട്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ അനാമിക പോയിട്ടുണ്ടായിരിക്കുക. ആദർശം അതെങ്ങനെ അറിയാൻ പറ്റും? ഒരു പക്ഷെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ? അതും അറിയത്തില്ല. പിന്നീട് അവർ നേരെ SIനെ കാണാനായിട്ട് വരുവാണ്. അപ്പൊ SI പറഞ്ഞു, അല്ല അവളുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോന്ന് ചോദിക്കണം. അങ്ങനെ അനാമയുടെ ഫോൺ നമ്പർ കൊടുത്തു. ഞങ്ങൾ സൈബർ സെല്ലിന് കൈമാറാന്ന് പറയാണ്. അല്ല, അവൾക്ക് ഇനിയിപ്പോ ചോദിക്കുന്നോന്ന് തോന്നരുത്, വല്ല കാമുകനോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോന്നറിയാവോ? അങ്ങനെയൊന്നും ഞങ്ങളുടെ അറിവിലില്ലെന്ന് പറയാം. ഇനിയിപ്പം അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് അറിയാവോ? കാരണം ഇന്നത്തെ കാലമല്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന് അറിയത്തില്ല. അങ്ങനെ വല്ല തട്ടിക്കൊണ്ടു പോയതാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയില്ല. കല്യാണം നടന്നു കഴിഞ്ഞില്ലോ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ ഉള്ളൂ. ഇനി കല്യാണത്തിന് അധികം ദിവസമില്ലെന്ന് പറയണം.
കുഴപ്പമില്ല ആദർശേ. അല്ല, കാറും കൊണ്ടല്ലേ പെൺകുട്ടി പോയെന്ന് പറഞ്ഞേ. കാറിന്റെ നമ്പർ കാണാപ്പാടം അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ആ വേണുവെങ്കിളിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ അച്ഛന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കാറിന്റെ നമ്പറൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോലീസുകാരനെ കൈമാറുവാണ്. SIക്ക് കൊടുത്തിട്ട് സാർ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം. കാരണം കല്യാണം ഉറപ്പിച്ചു വെച്ച പെൺകുട്ടിയാ. അത് എൻ്റെ അനിയനുമായിട്ടാ. ഒരു തടസ്സങ്ങളൊന്നും വരില്ല, ഒരു നാണക്കേട് ഒന്നും ഉണ്ടാവരുമെന്ന് പറയാം. അതൊന്നും താൻ പേടിക്കണ്ട, താൻ ധൈര്യമായിട്ടിരിക്കുക. ഇപ്പൊ എല്ലാ സ്റ്റേഷനിലേക്ക് ഈ നമ്പരും ഇതൊക്കെ കൈമാറിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ, ആ പെൺകുട്ടീനെ കണ്ടെത്താൻ പറ്റുമെന്ന് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയണേ. ഈ സമയത്ത് അനാമിക എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനാമിക ഇങ്ങനെ ഇരിക്കുവാണ് ബന്ധനസ്ഥയായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. എന്തായാലും അനാമികക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അനാമികയുടെ കുടുംബം അത്ര നല്ല കുടുംബം അല്ലെന്ന് മനസ്സിലായി. അനി പറഞ്ഞതാണ് ശരി. കാരണം എനിക്ക് മനസ്സിലായ കാര്യം ഒട്ടും ചേരാത്തൊരു ബന്ധമാണ്. അപ്പൊ അത് ഒന്നുകൂടെ തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.